കുറച്ച് നാട്ടുവിശേഷങ്ങളായാലോ. വ്ലോഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളെങ്കിലും കുറെ ആയി ആലോചിക്കുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന്. അപ്പൊ അങ്ങനെ തുടങ്ങല്ലേ. തന്റെ ഒരേ ഒരു പെങ്ങളുടെ കല്യാണത്തിന് വന്ന ഇക്കാന്റെ രോദനാണ് ഈ കാണുന്നത്. എല്ലാരും കൂട്ടത്തിലും ഉണ്ടാവും ഒറ്റബുദ്ധിയുള്ള ഒരു ചങ്ക്. അങ്ങനത്തെ ഒരു മുതലാണ് ഈ ഇരിക്കണത്. രാവിലെ തന്നെ കണ്ടത് മീനുകൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്ന ഇവന്റെ അനിയനെയാണ്. ഇത് പഴുന്നാന, ഇത് പയ്യൂര്. ചെങ്ങായാണെങ്കിൽ രാത്രി അടിച്ചു തുടങ്ങിയാണ് കർട്ടൻ പുലർച്ചയ്ക്ക് തീർന്നത്. ഇതാണ് ചെക്കന്റെ വീട്, കല്യാണപ്പുര. അങ്ങനെ അവിടെ കുറച്ചേരം ഇരുന്നപ്പത്തിനും മീൻ പിടിക്കാൻ പോയ ആൾക്കാർ തിരിച്ചെത്തി. കുവൈത്തി ദീനാറ് കാണിച്ച് പിള്ളേരെ പറ്റിക്കുന്ന മിഥിലാജിനെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഇരുന്നപ്പോ ഉമ്മ പറഞ്ഞു മലേഷ്യ പോയിട്ട് കുറച്ച് പൊറാട്ട വാങ്ങിച്ചിട്ട് വരാം. പിള്ളേരൊക്കെ കയറ്റിയിട്ട് ഞങ്ങൾ നേരെ മലേഷ്യക്ക് പോയി. അങ്ങനെ മലേഷ്യ എത്തി. പിള്ളേരെ ചൊറുക്ക് നോക്കിയാ അങ്ങനെ അവന്റെ പാട്ടിന് ശേഷം നമ്മൾ ചായയുടിയിലേക്ക് പ്രവേശിച്ചു. ഇപ്പോഴേക്കും ജുമാന്റെ ടൈം ആയിണ്ടായിരുന്നു. ജുമ കഴിഞ്ഞപ്പത്തിനും ആള് വീട്ടിലെത്തി. ചെക്കൻ കൊടുന്നതാ എങ്ങനെയുണ്ട്. അങ്ങനെ സമാധാനമായിട്ട് പോകുന്ന വ്ളോഗിലേക്ക് കുറച്ച് പുതിയ ടിസ്റ്റുകൾ ഉണ്ടാവുകയാണ്. നിർത്തിയിട്ട വണ്ടിന്റെ മേലേക്ക് ഒരു താത്ത വന്ന് വെറുതെ വന്ന് തട്ടി. ഓനൊരു മാന്യനായോണ്ട് ഒന്നും പറഞ്ഞില്ല. ഇനി അടുത്ത ടിസ്റ്റ്, ഡ്രസ്സ് വാങ്ങാൻ പോയ സമയത്ത് കട തുറന്നിട്ടില്ല. പക്ഷെ ആ സമയം ഞങ്ങൾ ലാഭിച്ചു. ഇതാണ് ചെക്കന്റെ ഡ്രസ്സ്. നാളെ എന്താവണോ. അവിടുന്ന് നേരെ ചെക്കനൊന്ന് മിനിക്കാൻ കൊണ്ടേ. കൂട്ടത്തിൽ ഞാനൊന്ന് മുഞ്ചായി. ആറ്റിറ്റ്യൂഡാണ് ഇവന്റെ മെയിൻ. അങ്ങനെ മഴ പുസ്കാരത്തിന് ശേഷം നിക്കാഹ് തുടങ്ങി. നമ്മുടെ ചെക്കനെ കാണുന്നില്ലല്ലോ, എവിടെ പോയി? ഇതായിരിക്കണം. ടെൻഷൻ കണ്ടാത്തൊന്നും ഓന്റെ നിക്കാഹാന്ന്. അങ്ങനെ മറ്റേ കബിൽത്തും പരിപാടി കഴിഞ്ഞ് നേരെ ഹോളിലേക്ക് പോയി. നന്മയുള്ള ലോകമേ. അങ്ങനെ തലേ ദിവസം റാഹത്തായിട്ട് കഴിഞ്ഞ് അൽഹംദുലില്ലാ. അപ്പൊ അത്രേ ഉള്ളോ. ബാക്കി നാളെ കല്യാണത്തിന് കാണാം. മഅസ്സലാമ.